മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാർച്ച് 6-ാം തീയതി ഇന്നലത്തെ പത്രത്തില് മാതൃഭൂമിയില് 8-ാമത്തെ പേജില് മാതൃഭൂമിയുടെ ഡൽഹി കറസ്പോണ്ടന്റ് ആയിട്ടുള്ള അശോകന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഒരു മനുഷ്യൻ എത്രത്തോളം രാഷ്ട്രീയ അന്ധതയില് തറ ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്ന് കാണിക്കുന്ന വരികളാണ് ആദ്യത്തെ പാരഗ്രാഫ്. താനൊരു കോൺഗ്രസ്സുകാരനാണെന്നും ആ കോൺഗ്രസ് എത്ര അഴിമതി കാണിച്ചാലും എത്രയെല്ലാം തിന്മകൾ കാണിച്ചാലും താൻ കോൺഗ്രസ്സായി തന്നെ തുടരുമെന്ന് തൻ്റെ കർമ്മമണ്ഡലത്തിലൂടെ തെളിയിച്ച ഒരു മാതൃഭൂമിയുടെ കറസ്പോണ്ടന്റ് അശോകന്റെ ശോകം ഒന്ന് ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം വായിക്കാം. UP മുൻതൂക്കം BJPക്ക് ഡൽഹി കത്ത്. N അശോകൻ ഫത്തേപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. കൊട്ടേഷനിലാണ്: ഒരു ഗ്രാമത്തിൽ ഖബർസ്ഥാനിന് ഭൂമി നൽകുന്നുണ്ടെങ്കിൽ അവിടെ ശ്മശാനത്തിനും ഭൂമി നൽകണം. റംസാൻ ആഘോഷത്തിന് വൈദ്യുതി നൽകുന്നുണ്ടെങ്കിൽ ദീപാവലി ആഘോഷത്തിനും വൈദ്യുതി നൽകണം. ഈ രണ്ട് വരിയാണ് അദ്ദേഹം എടുക്കുന്നത്. ഖബർസ്ഥാൻ ശവമടക്കാനായിട്ട് മുസ്ലിങ്ങൾക്ക് ഭൂമി നൽകുന്നുണ്ടെങ്കിൽ ശ്മശാനത്തിനും ഭൂമി നൽകണം. റംസാൻ ആഘോഷത്തിന് വൈദ്യുതി നൽകുന്നുണ്ടെങ്കിൽ ദീപാവലി ആഘോഷത്തിനും വൈദ്യുതി നൽകണമെന്ന് ഫത്തേപൂരില് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു അത്രേ ഇലക്ഷൻ റാലിയിൽ. ഇനി അശോകന്റെ കമന്റാണ്: ഈ പ്രസംഗത്തിൽ എന്താണ് തെറ്റ്? നല്ല കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? പക്ഷേ UP ഭരിക്കുന്ന അഖിലേഷ് യാദവ് സർക്കാർ മുസ്ലിങ്ങളോട് കൂടുതൽ അനുഭാവം കാണിക്കുന്നതായി ഒരു ആരോപണം ഈ പ്രസംഗത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പ്രത്യേകിച്ചും ഇതൊരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗമാകുമ്പോൾ ജനങ്ങളെ സാമുദായികമായി ഭിന്നിപ്പിക്കാനും തമ്മിൽ അകറ്റാനുമുള്ള ഒരവസരവും BJP UP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പാഴാക്കുന്നില്ല എന്നതിന് ഒരു ഉദാഹരണം മാത്രമാണിത്. അശോകനെ പോലെ ഒരു മനുഷ്യൻ മാതൃഭൂമിയെ പോലൊരു പത്രത്തില് ഭൂരിഭാഗവും ഹിന്ദുക്കൾ വായിക്കുന്ന പത്രമെന്ന് വിശേഷണം ഞാൻ കൊടുക്കുന്നില്ല. ഓർമ്മിക്കുക, ഏത് പ്രധാനമന്ത്രി ആയാലും ഏത് മുഖ്യമന്ത്രി ആയാലും ഏത് വ്യക്തിയാണെങ്കിലും ഏത് ബുദ്ധിജീവിയാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും മുസ്ലിങ്ങൾക്ക് കുറെ സൗകര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ സൗകര്യം ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്ന് പറയുന്നതില് അശോകൻ എന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ദുഃഖം തോന്നാൻ കാരണം എന്താ? ഒരു പക്ഷേ കോൺഗ്രസ് ഈ ഗതികേടിലെത്തിയത് അശോകനെ പോലെയുള്ള റിപ്പോർട്ടേഴ്സിന്റെ അധോഗതിയിലേക്കുള്ള പ്രയാണത്തിലെ ചൂണ്ടുപലകയായിട്ടുള്ള നിൽപ്പാണ്. തീർച്ചയായിട്ടും റംസാന് വേണ്ടിയിട്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ടെങ്കിൽ ദീപാവലിക്ക് വൈദ്യുതി കൊടുത്താൽ എന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതേപോലെ ഖബർസ്ഥാനും പള്ളിക്കും സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ അമ്പലത്തിനും ക്രിസ്ത്യാനികളുടെ പള്ളിക്കും സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിൽ അശോകനെ പോലെയുള്ളവർക്ക് ഇങ്ങനെ ഒരു ദുർവ്യാഖ്യാനം ചെയ്യാൻ തോന്നിയത് മനസ്സിനകത്തെ കോൺഗ്രസ്സുകാരന്റെ വിഷം മാത്രമുള്ളത് കൊണ്ടാണ്. ഒരു ഇറ്റലിക്കാരിക്ക് മന്ദബുദ്ധിയായിട്ടുള്ള മകനും വേണ്ടിയിട്ട് വിളക്ക് പിടിച്ച് രാത്രി മുമ്പേ നടക്കുന്ന വ്യക്തിക്ക് തോന്നുന്ന അരോചകമായിട്ടുള്ള ശോകമാണ് അശോകന്റെ വരിയില്. ലോകത്തിലെ ആർക്കും ഈ ഒരു കാര്യത്തിൽ ഒന്നും തോന്നേണ്ട കാര്യമില്ല. അത് തോന്നുന്നു എങ്കിൽ അതിന്റെ പുറകിൽ ആ മാനസികാവസ്ഥയുടെ കറുപ്പ് നിറഞ്ഞ നിറമാണ് ആ വെളിച്ചത്തെ ഇല്ലാതെയാക്കിയിരിക്കുന്നത്. ഏത് പ്രധാനമന്ത്രിയും ഏത് പ്രസിഡന്റും ഏത് വ്യക്തിയും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാമെങ്കിൽ എനിക്ക് നിങ്ങളെ ചീത്ത പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാമെങ്കിൽ നിർബന്ധമായി ഞാൻ നിങ്ങളെ സഹായിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാനത് ചെയ്തിരിക്കണം. നന്മകൾ ഒരു വശത്തേക്ക് മാത്രം ഒഴുകുന്നത് തെറ്റാണെന്നും നന്മകൾ എല്ലാവർക്കും അർഹതപ്പെട്ടതാണെന്നും ശ്മശാനത്തിന് ഭൂമി നൽകുന്നു എങ്കിൽ ഖബർസ്ഥാന് ഭൂമി നൽകണം. ഖബർസ്ഥാന് ഭൂമി നൽകുന്നുണ്ടെങ്കിൽ ശ്മശാനത്തിന് നൽകണം. അതുപോലെ തന്നെ റംസാന് വൈദ്യുതി നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദീപാവലിക്ക് വൈദ്യുതി നൽകണമെന്ന് ഒരു പ്രധാനമന്ത്രി പേരെടുത്ത് UP ഭരണകൂടത്തെ പറഞ്ഞാൽ പോലും എന്താ തെറ്റ്? വ്യംഗ്യാർത്ഥത്തിൽ പറയുന്നു അല്ലെങ്കിൽ നേരെ പറയുന്നു. പറഞ്ഞ കാര്യത്തിന്റെ കണ്ടന്റ് സത്യം, ധർമ്മം, നീതി, ന്യായത്തിൻ്റെതാണെങ്കിൽ
അശോകനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുള്ള ഇരുട്ടിന്റെ പ്രതിഫലനമാണ് മാതൃഭൂമിയിലെ 8ാമത്തെ പേജില് ഇന്നലത്തെ പത്രത്തിൽ കണ്ടത്. ഇത് അശോകന്റെ ശോകമാണ്. കോൺഗ്രസിന് വേണ്ടി മാത്രം ഓലക്കുട പിടിക്കുന്ന കുറേ വ്യക്തികൾ ഈ കേരളത്തിൽ എങ്ങനെയോ ജനിച്ചു വളർന്നു. അവര് നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും തിന്മകൾ കാണാതെ അവരാണ് ഈ ഭാരതത്തെ ഭാരതമാക്കിയത് എന്ന് വരുത്തി തീർക്കാനും മറ്റാരും തന്നെ ഭാരതത്തെ ഭരിക്കാൻ യോഗ്യത ഉള്ളവരല്ല എന്ന് വരുത്തി തീർക്കാനും കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന്റെ പരിണതഫലമാണ് JNUവും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഉൾപ്പെടെ ഭാരതത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും അത് ക്യാമ്പസിനകത്തെ വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമാണെന്ന് വ്യാഖ്യാനിക്കുന്നതും ഇതേപോലെയുള്ള വ്യക്തികളുടെ മനസ്സിനകത്തുള്ള തിന്മകളുടെ പ്രതിഫലനമാണെന്ന് മാതൃഭൂമിയെയും അശോകനെയും ഓർമ്മിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇത് അവർ കാണുമായിരിക്കാം, കാണില്ലായിരിക്കാം. എങ്കിലും ഹൈന്ദവ ജനതയെയെങ്കിലും എനിക്ക് ഓർമ്മിപ്പിക്കണമെന്നുണ്ട്. ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നത്. നന്മ നിറഞ്ഞ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാറുണ്ട്. യൂട്യൂബിലെ ഏത് പ്രഭാഷണവും ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടിയാണ്. ആ ധർമ്മത്തിന് എതിരായിട്ട് അശോകന്റെ ശോകം വന്നപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. പ്രണാമം, നമസ്കാരം.